ഇനി ശുഭമുഹൂർത്തം 4:05. ശരി. The number you have called is busy. Please call after some time. നിന്നെ ഞാൻ ശല്യപ്പെടുത്തിയെങ്കിൽ സോറി. ഇനി എൻ്റെ കോള് നിനക്ക് വരില്ല. ഇത് സത്യം. അമ്മയാണ് സത്യം. വിശക്കുന്നമ്മ. അമ്മ, ഹലോ അമ്മ. അമ്മ, അമ്മയുടെ മകൻ വന്നിരിക്കുന്നമ്മ. അമ്മ വിശക്കുന്നമ്മ. എത്ര നമ്പറായി? 3-ാമത്തെ നമ്പറായി. ഞാൻ നേരത്തെ വന്നതാ. അമ്മ വിശക്കുന്നമ്മ, അമ്മ വിശക്കുന്നമ്മ, അമ്മ വിശക്ക്. എല്ലാവരും ഒന്ന് ഒച്ച പറയണേ. മനസ്സിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. താഴേന്ന് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. ഇതില് സന്ദീപ് ആരാ? മാം. ആ കം. അമ്മ വിശക്കുന്നമ്മ, അമ്മ വിശക്കുന്നമ്മ, അമ്മ വിശക്കുന്നമ്മ. എന്താ ചിരിക്കുന്നേ? ഇല്ല, പറയുന്നത് കേട്ടിട്ട് ചിരിച്ചതാ. തനിക്ക് ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, നമ്മൾ പല വേരിയേഷനിലും ചെയ്യണം. അമ്മ വിശക്കുന്നമ്മ, വല്ലതും തരണമ്മ, ഇങ്ങനെ ചെയ്യാം. അല്ല, ഇപ്പൊ ഒരു ചിന്തകനായ ഒരു ഡയറക്ടർ പടത്തിലാണെന്ന് വിചാരിക്കുക. അമ്മ വിശക്കുന്നമ്മ, വല്ലതും തരണമ്മ. ഭിക്ഷാടനമൊന്നുമല്ല, വല്ലതും തന്നാൽ കഴിക്കാം. ഇങ്ങനെയും ചെയ്യാം. മീനിങ് ഒന്ന് തന്നെയാ. പിന്നെ ഇപ്പൊ ഒരു നാടകക്കാരൻ്റെ ആണെങ്കിൽ ഇത്തിരി ഒന്ന് ബലം പിടിച്ച് അഭിനയിക്കാം. ബേസ് ഇടണം, ബേസേ. അമ്മ വിശക്കുന്നമ്മ, വല്ലതും തരണമ്മ. എല്ലാം ഒന്ന് തന്നെയാ. ഞാൻ ആക്ടിങ്ങിൽ 2 കൊല്ലം കോഴ്സ് ചെയ്താ. പിന്നെ ഇംപ്രോവിൽ അതില് മാസ്റ്റേഴ്സും കിട്ടി. ഇംപ്രോവാ? ആ, സ്ക്രിപ്റ്റുകളിൽ അധികം ചെയ്യുക. ഇപ്പൊ ഡയറക്ടർ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഡബിൾ ആയിട്ട് ചെയ്താൽ ഇംപ്രൂവ് ആയി. ഞാൻ സിദിൻ പൂജപ്പുര. ഞാൻ അജു, ജസ്റ്റ് അജു. അമ്മ വിശക്കുന്നമ്മ, വിശക്കുന്നമ്മ, വല്ലതും അമ്മ തരണം. വിശക്കുന്നമ്മ, അമ്മ വിശക്കുന്നമ്മ. അമ്മ വിശക്കുന്നമ്മ, അമ്മ വിശക്കുന്നമ്മ, അമ്മ വിശക്കുന്നമ്മ. സിദിൻ പൂജപ്പുര. ആ ചെല്ല്. തനിക്ക് എന്തിന്റെ കുഴപ്പമാടാ അത്? അതെ, കുറച്ച് കഴിയുമ്പോ അടുത്ത ആളെയും കൊണ്ടങ്ങ് വന്നേക്കണേ. ഒരുത്തിനിട്ട് പണി കൊടുത്തപ്പോ സമാധാനായി. സിദിൻ, ഇതിനു മുന്നേ ഓഡിഷൻസിനൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലേ? ആ, പോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒരു ഹെഡ്സപ്പ് തരാം. ഡയറക്ടർ സർ ഡയറക്റ്റായിട്ട് ആയിരിക്കും ഓഡിഷൻ ചെയ്യുക. സോ ട്രൈ ടു ഡു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ? സാറെന്ന് വെച്ചാ? ഒബ്വിയസ്ലി മംഗലശ്ശേരി സർ. എടോ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി, പെട്ടെന്ന് വാ. നിങ്ങളൊക്കെ ഇത് എവിടുന്ന് വരുന്നുണ്ടേ? ഓഡിഷൻ എന്ന് കേൾക്കുമ്പോ കുറെ എണ്ണം ഇങ്ങ് വന്നോളൂ. അറിയാവുന്ന പണിക്കൊക്കെ പോയാ പോരെ. ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഡു യുവർ ബെസ്റ്റ്. വേറെ ഓക്കെ? പണിയുണ്ടല്ലോ, അതിന് പോ. അതാണ് നല്ലത്. സാർ, ഒരു ചാൻസ് കൂടി. മര്യാദക്ക് പൊക്കോ. പോയി അവനെ എന്താന്ന് പഠിച്ചിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. ഗോ ഗോ ഗോ. ചെന്ന് കയറിക്കോളൂ. പോ. ഗുഡ് മോർണിംഗ് സാർ. നെയിം സിദിൻ. കേട്ടില്ല. ഒച്ചത്തി പറയൂ, അത് ക്യാമറയിൽ റെക്കോർഡ് ആവാനുള്ളതാ. സിദിൻ സാർ. ആ, എന്നാ തുടങ്ങിക്കോ. അമ്മ വിശക്കുന്നമ്മ, അമ്മ വിശക്കുന്നമ്മ, വിശക്കുന്നമ്മ, വല്ലതും താമ്മ. അമ്മ വിശക്കുന്നമ്മ, അമ്മ വല്ലതും താമ്മ. വിശക്കുന്നമ്മ, വല്ലതും താമ്മ. വിശക്ക
വിശക്കുന്നമ്മ. താൻ ശരിക്കും നടനാണോ? അതെ സാർ, ഞാൻ ഫുൾ ടൈം ആക്ടറാണ്. അപ്പോ മാസ ചെലവൊക്കെ? എൻ്റെ പെങ്ങളും മാസം, ഉറക്കപ്പറ, കേൾക്കുന്നില്ല. എൻ്റെ അനിയത്തി മാസം അക്കൗണ്ടിൽ കാശിട്ട് തരും. അത് വെച്ചിട്ട് അതാണ് തൻ്റെ പിച്ചയ്ക്ക് ഒരു സീരിയസ്നെസ് ഇല്ലാത്തത്. ഡോ, അനിയത്തി ഇല്ലായിരുന്നെങ്കിലുള്ള തൻ്റെ അവസ്ഥ എന്തായിരിക്കും? ജോലിയും കൂലിയും ഇല്ലാതെ റോഡിൽ കിടക്കും. അപ്പോൾ ഒരു കൈ വയറിലോട്ടും മറ്റേ കൈ ആരെയും 10 രൂപ തരണമെന്ന് ചോദിച്ച് എയറിലോട്ടും പോകും. ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യും. ഓക്കെ സാർ. ആ, തുടങ്ങിയോ. അമ്മ വിശക്കുന്നമ്മ, അമ്മ വല്ലതും താ അമ്മ. 2 പറ്റി ചോറ് താ അമ്മ. അയ്യോ, അമ്മ വിശക്കുന്നമ്മ, കഴിക്കാൻ എന്തെങ്കിലും താ അമ്മ. വിശക്കുന്നമ്മ, അമ്മ എന്തെങ്കിലും താ അമ്മ. കുറച്ച് ഫീലിങ്സോടുകൂടി പറയടേ. അതെ, നല്ല ഫീലിങ്സ് വേണം. അമ്മാ അമ്മ, അമ്മാ അമ്മ, അമ്മാ. അമ്മ വിശക്കുന്നമ്മ, വിശക്കുന്നമ്മ. വയറ് വേദനിക്കുന്നമ്മ, വിശക്കുന്നമ്മ. ഞാൻ ഇപ്പൊ ചാവുമ്മ, വല്ലതും താ അമ്മ. അയ്യോ, ഞാൻ എണീക്ക്, എഴുന്നേക്കാൻ. എണീക്ക്. നീ എന്തിനാ കാലി വീണ? എന്താണ് കാണിച്ചത്? സാർ ഇംപ്രോ സാർ. ആ, അപ്പൊ ഇംപ്രോ ഒക്കെ ചെയ്യുമല്ലേ? അല്ല, എന്തായിരുന്നു ഇംപ്രോ? സാർ ഈ പിച്ചക്കാരന് വയറിലൊരു മാറാരോഗവും വിശപ്പും ഉണ്ട് സാർ. അങ്ങനെ പിച്ച എടുത്ത് പുള്ളി മരിക്കുകയാണ് സാർ. വിശപ്പും പിന്നെ വയറുവേദനയും. ട്രാജഡി സാർ. വെളിയിലിറങ്ങി പോടാ. ഡയറക്ടർ ഇംപ്രോ എന്താണെന്ന് അറിയത്തില്ല. കലാബോധം ഇല്ലാത്ത മനുഷ്യനാത്ര. സാർ, അടുത്തത് ഇയാളാണ്. ഇതുപോലെയുള്ള വട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്ടേക്ക്. എഴുതി കൊടുക്കുന്നതന്നെ നേരാവണ്ണം പറയുന്നില്ല. അപ്പോഴാണ് ഇവന്മാരുടെ ഒരു ഇംപ്രോ. കരയുന്നു പുഴയിരിക്കും. കരയുന്നു പുഴച്ചിരിക്കുന്നു. എന്ത് മധുരമായിട്ടുള്ളൊരു ഗാനമല്ലേ. ഇന്ന് 7 ഏപ്രിൽ നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ സാറിന്റെ ബർത്ത്ഡേ ആണ്. ജനകീയ കലയായ സിനിമയിലെ ആദ്യ ജനകീയ നായകനായി പ്രേം നസീർ സാറിന്. ഇന്നത്തെ പോലെ അല്ലല്ലോ. പണ്ടെന്ന് പറഞ്ഞാൽ ഇത്ര ടെക്നോളജിക്കലി സിനിമ അഡ്വാൻസ്ഡ് അല്ല. അന്നത്തെ തിരക്കഥാ ശൈലി. ആ, സാറ് ദേഷ്യം വന്നിട്ട് 2 മണിക്കൂർ ബ്രേക്ക് തന്നിട്ട് പോയി. ഞാൻ ആ ഗ്യാപ്പിൽ കഴിക്കാന്ന് വിചാരിച്ചിറങ്ങിയതാ. എത്ര നേരം ഒന്ന് വെച്ചിട്ടാ. ഞാൻ വിളിക്കാം. ഹായ്. ഹായ് മാഡം. സാറ് പറഞ്ഞൊന്നും കാര്യാക്കണ്ട. കാലത്ത് തൊട്ട് ഓരോരുത്തന്മാരെന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് പുള്ളി ആകെ ടെൻഷനിലായിരുന്നു. അതിനിടയ്ക്ക് താ വന്നിട്ട് മാറാരോഗമുള്ള ആ പിച്ചക്കാരനായിട്ട് അഭിനയിച്ചത്. ഓ, കുഴപ്പമില്ല മാഡം. ഇതെനിക്ക് സ്ഥിരമായിട്ടുള്ളതാ. മാഡോ? ആം ഭവ്യ. സിദിൻ പൂജപ്പുര. ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചായ പറയട്ടെ? ടീ, നോ ഷുഗർ. ഭവ്യ, എന്നെ ഇനി വിളിക്കരുതെന്ന് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ലേ സിദിൻ? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ പോലെ ജോലി കൂലി ഇല്ലാണ്ട് നടക്കല്ല. എനിക്ക് വേറെ പണിയുണ്ട്. ഇനി ഞാൻ നിന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യില്ല. സോറി. അത് പറയാനാ ഞാൻ വിളിച്ചത്. സന്തോഷം. കേൾക്കാൻ നന്നായിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പറയാണ്ടോ? ഞാനേ ഷൂട്ടിന്റെ ബ്രേക്കിലാ. എനിക്ക് അത്യാവശ്യമായിട്ട് പോണം. നിന്റെ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് എനിക്കില്ല. ഓൾ ദ ബെസ്റ്റ്. നീ നല്ലൊരു ഡയറക്ടർ ആവും. യു ഹാവ് ഓൾ ദ ഓ, ക്വാളിറ്റീസ്. ഈ ആശംസ ഞാൻ വരവച്ചു. ആ ഡയറക്ടർ അവിടെ കിടന്ന് ചീത്ത വിളിക്കുന്നുണ്ട്. സിദിൻ, നിന്റെ ഈ നല്ല വാക്ക് കേൾക്കുന്നതിനെക്കാട്ടിലും അയാളുടെ വായിലിരിക്കുന്ന കേൾക്കാണ്ടിരിക്കുന്നതാ എന്റെ കരിയറിന് ഇപ്പൊ നല്ലത്. അത് മാത്രമാണ് ഇപ്പൊ എനിക്ക് ഇമ്പോർട്ടന്റ്. സോ ഞാൻ പോയിക്കോട്ടെ. എന്നെ ഒന്ന് വിട്. സോറി. ഇനി ഞാൻ നിന്നെ വിളിക്കില്ല. താങ്ക്സ് ഫോർ എവരിതിങ്. ഓക്കെ, ബൈ.